ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ഒരു സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സിനിമയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ സ്പോയിലേഴ്സ് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവരാണ് ഈ വീഡിയോ കാണേണ്ടത്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ എന്നുള്ളത് ആദ്യമേ തന്നെ പറയുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ഒരു സിനിമയെന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ആണ്. എന്നാൽ വെറുമൊരു ഫീമെയിൽ സൂപ്പർ ഹീറോ അല്ല. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ വന്നൊരു സൂപ്പർ ഹീറോ ആവുന്നതല്ല. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോ എങ്ങനെയാണ് ഇവല്യൂഷൻ ചെയ്യുന്നതിൻ്റെ കൃത്യമായ ഒരു പ്ലാനിങ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒരു സൂപ്പർ ഹീറോ എന്നുള്ളതിലുപരിയായിട്ട് ഒരു വാമ്പയർ രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു വാമ്പയർ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ ഒരു സിനിമയിൽ ഇങ്ങനെ വരുമെന്നുള്ളത്. പക്ഷേ മനോഹരമായിട്ടാണ് അതിനെ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ചന്ദ്ര എന്ന് പറഞ്ഞ കഥാപാത്രം ശരിക്കും കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ യക്ഷിയാണ് എന്നുള്ളത് കൊണ്ടുവന്നേക്കുന്ന പാറ്റേൺ തന്നെ മനോഹരമാണ്. ഡൊമിനിക് അരുൺ അത് ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഴുത്തും ആ ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കല്യാണി പ്രിയദർശൻ അതിനെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കഥാപാത്രം ഇങ്ങനെ കൊണ്ടുപോയി അതായത് ചന്ദ്രയിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കല്യാങ്കാട്ട് നീലി ആകുന്ന ആ ഒരു സംഭവം തന്നെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ആ ഷിഫ്റ്റിംഗ് അടിപൊളിയായിരുന്നു. ഇങ്ങനെ സംഭവിച്ചേക്കാം. നമ്മൾ പല മിത്ത് എന്ന് പറയുന്ന പല സംഭവങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിക്കൂടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ എന്നും പറയാൻ പറ്റില്ല. അതൊരു 50-50 ചാൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയും പോകുന്നത്. എങ്ങനെ ആകാം എന്ന് പറയുന്ന രീതിയിൽ അവിടെ ആ കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കിട്ടുകഥ കേട്ടിട്ടുണ്ട്. ആ കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ കടമറ്റത്ത് കത്തനാരെ പ്രസൻറ്റ് ചെയ്ത രീതിയുണ്ട്. അതായത് സണ്ണി വെയിൻ്റെ ക്യാരക്ടേഴ്സ് കടമറ്റത്ത് കത്തനാരെ പ്രസൻറ്റ് ചെയ്ത രീതിയും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് നോക്കേ, നമ്മുടെ നേരത്തെ തൊട്ടേ കഥകൾ കേൾക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് ഈ കള്ളിയങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാരും. അപ്പോൾ ഈ തളച്ചു എന്നുള്ള വാദം അവിടെ നിൽക്കെ അതിനെ മനോഹരമായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെയാണ് കടമറ്റത്ത് കത്തനാരും കള്ളിയങ്കാട്ട് നീലിയും തമ്മിൽ കണ്ടുമുട്ടുന്നു, ആ ഒരു സംഭവങ്ങളും രണ്ട് കഥാപാത്രങ്ങളാണ് വന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകളിലെ രണ്ട് കഥാപാത്രങ്ങൾ, അതായത് ടൊവിനോയുടെ ചാത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ദുൽഖറിൻ്റെ ഒടിയൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അത് ബ്ലെൻഡ് ചെയ്തേക്കുന്ന രീതി അതിഗംഭീരമാണ്. നമ്മൾ ചാത്തൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്താ പറയുന്നത്, ഒരു കുട്ടിച്ചാത്തൻ എന്ന രീതിയിൽ കൊണ്ടുവരും. പക്ഷേ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന വേറൊരു രീതിയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സൈഡ് വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ ലൈഫിനെ കണക്ട് ചെയ്താണ് പോകുന്നത്. അതായത് സൈഫയും മിത്തും കൂടെ ബ്ലെൻഡ് ചെയ്ത രീതിയിലാണ് ഈ ഒരു സിനിമ കൊണ്ടുപോകുന്നത്. അത് ആ ടൊവിനോയുടെ ക്യാരക്ടർ തന്നെ ഗംഭീരമാണ്. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഏറ്റവും ലാസ്റ്റ് സീനിൽ ചാത്തന്മാരെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ടൊവിനോ നോക്കുന്നൊരു സീനുണ്ട്, പെട്ടെന്ന് നോക്കുന്നൊരു സീനുണ്ട്. അത് ഇനിയും അപ്പം ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ടൊവിനോ പറയുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ 389 പേര് ഒരേ മുഖച്ഛായുള്ള ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ചാത്തന്മാരുടെ വരവാന്ന് പറയുന്നുണ്ട്. അപ്പം ചാത്തനല്ല, ചാത്തന്മാർ പല രീതിയിൽ. അതാണ് ഏറ്റവും വലിയ ബ്ലെൻഡിങ് ആയിട്ടുള്ളത്. ചാത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടിട്ടുണ്ട്. അത് വേറൊരു വേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഡൊമിനിക്കരും കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു വേർഷനാണ്. അത് തന്നെയാണ് ഈ ഒരു സിനിമയെ മനോഹരമാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന യൂണിവേഴ്സിൽ ചാത്തൻ എങ്ങനെ ഫോം ചെയ്തു എന്ന് കാണിക്കുന്നത് വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ എങ്ങനെ പോകണം, ഇവരെയൊക്കെ എങ്ങനെ ബ്ലെൻഡ് ചെയ്യണമെന്നുള്ളത്. ഇനി അതിന് ശേഷം എന്താ പറയുക, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിൽ ഏറ്റവും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ ഒടിയൻ, മോഹൻലാലിൻ്റെ ഒടിയൻ കണ്ടതാണ്. ഈ ഒടിയൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അതിനെ പല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ശ്രീകുമാർ മേനോൻ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് അതിനെ ഏത് രീതിയിലാക്കി നമ്മൾ കണ്ടതാണ്. ആ ഒരു മോഹൻലാലിൻ്റെ എഫോർട്ടൊക്കെ വെറും വേസ്റ്റ് ആയ രീതിയിലാണ് ആ ഒരു സിനിമയിൽ പോയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒടിയനെ വീണ്ടും ഇനി വരുമോ എന്ന് ഞാനങ്ങനെ പല രീതിയിലും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയാണ് ഈ ദുൽഖറിൻ്റെ ഒടിയൻ എന്ന് പറയുന്നത്. അവിടെയും ഒടിയൻ എന്ന് പറഞ്ഞതിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കണക്ട് ചെയ്ത രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒടിയൻ ഇങ്ങനെ ആകണം അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്നൊന്നുമില്ല. ആ പഴയ കാലഘട്ടത്തിലോ ഈ കാലഘട്ടത്തിലും കൂടെ ഒരു കണക്ട് ചെയ്ത ബ്ലെൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ ഒടിയൻ എന്ന് പറഞ്ഞ കഥാപാത്രം അതിഗംഭീരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയൊരു യൂണിവേഴ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല കഥകളിലും കേട്ട 4 കഥാപാത്രങ്ങളെയാണ് അവർ ഈ ഒരു യൂണിവേഴ്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കള്ളിയങ്കാട്ട് നീലി, കടമറ്റത്ത് കത്തനാര്, ഒടിയൻ, ചാത്തൻ. ഇനി വരുന്ന യൂണിവേഴ്സിലൊക്കെ വേണമെങ്കിൽ ഈ ഓരോ കഥാപാത്രത്തെയും ബേസ് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി കള്ളിയങ്കാട്ട് നീലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 കഥാപാത്രങ്ങളെ കടമറ്റത്ത് കത്തനാര്, ഒടിയൻ, ചാത്തൻ, ഈ ഒരു കഥാപാത്രങ്ങളെ ഫോം ചെയ്യുന്ന രീതി വെച്ച് അടുത്തൊരു യൂണിവേഴ്സ് അവർക്ക് ഫോം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഗംഭീരമായിട്ട്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മൂത്തോൻ എന്ന് പറഞ്ഞ ഒരു വോയിസ് ഓവർ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ ആ ഒരു വോയിസ് ഓവർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അത് മമ്മൂട്ടിയാണെന്നുള്ളത്. അപ്പം മനഃപൂർവ്വം മമ്മൂട്ടിയെ കാണിക്കാതെ തന്നെ വെച്ചേക്കാണ്. അതപ്പം അടുത്ത ഒരു യൂണിവേഴ്സിൽ ഒരു സിനിമയിൽ എങ്ങനെയാണ് മൂത്തോൻ ഫോം ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുമെന്നുള്ളത് അതും ഉറപ്പാണ്. അപ്പം 4-5 കഥാപാത്രങ്ങളാണ് ഈ യൂണിവേഴ്സിൽ വരുന്നത്. അത് സാധാരണ ഒരു യൂണിവേഴ്സ് അല്ല. നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇന്ത്യൻ സിനിമയുടെ ബെസ്റ്റ് യൂണിവേഴ്സാണ് ഈ വരാൻ പോകുന്ന വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വളരെ ലോ ബഡ്ജറ്റിൽ, ഏകദേശം 30 കോടി എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റാണ്. എങ്കിൽ കൂടിയും ഇന്ത്യൻ സിനിമയെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ എത്ര ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം എമ്പുരാനെ പറ്റി പറയുമ്പം ഈ ഹെലികോപ്റ്റർ അങ്ങനെ പല സിനിമകളൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഒരു സിനിമയുടെ ഒരു ലോഞ്ചിൽ ഒന്നും പറയുന്നില്ല, ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തൊന്നും പറയുന്നില്ല. അതാണ് പ്രേക്ഷകന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്.
എന്തായാലും ഈ ഒരു 4 കഥാപാത്രങ്ങളോ 5 കഥാപാത്രങ്ങളോ ബേസ് ചെയ്ത് അടുത്തൊരു വേവർ സിനിമാറ്റിക് യൂണിവേഴ്സ് വരുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? ഈ ഒരു കഥാപാത്രങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.